ഏഷ്യയിലെ ഏറ്റവും വലിയ ആന സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്നായ പുന്നത്തൂർ ആനക്കോട്ടയുടെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആനത്തറവാട് അതാണ് നമ്മുടെ പുന്നത്തൂർ ആനക്കോട്ട. ഗുരുവായൂർ കണ്ണനെ കാണാൻ വരുന്നവർ കണ്ടിരിക്കേണ്ട മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും 3.5 കിലോമീറ്റർ ദൂരമേ ഇങ്ങോട്ടേക്കുള്ളൂ. ലെഫ്റ്റിലായിട്ടാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ്. ബൈക്കിന് 10 രൂപയാണ് പാർക്കിംഗ് ഫീസ്. മറ്റു വണ്ടികളുടെ പാർക്കിംഗ് ഫീസ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. പാർക്കിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. പ്രവേശന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത് പെർ ഹെഡ് 20 രൂപയാണ് മുതിർന്നവർക്ക്, കുട്ടികൾക്ക് 10 രൂപയും. കൂടാതെ മൊബൈൽ വീഡിയോഗ്രാഫിക്കും ക്യാമറ വീഡിയോഗ്രാഫിക്കും പ്രത്യേക ചാർജ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിന്റെ മുമ്പിലായി തന്നെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴേട ക്ഷേത്രങ്ങളിലേക്കുള്ള ദൂരവും ദർശന സമയവും കൊടുത്തിട്ടുണ്ട്. കൂടാതെ വയസ്സായവർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുമായിട്ട് ഒരു പ്രത്യേക ബഗ്ഗി കാർ സർവീസും ഇവിടെ ഉണ്ട്. ഈ കാണുന്നതാണ് എൻട്രി ഗേറ്റ്. ഏകദേശം 25 ഏക്കറിലാണ് ഈ ആനക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. കയറി ചെന്നാൽ ആദ്യമായി കാണുന്നത് ഭാഗികമായി തകർന്ന പുന്നത്തൂർ കോവിലകമാണ്. പുന്നത്തൂർ രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു ഈ കോവിലകം. ഈ കാണുന്ന കൊട്ടാരവും പറമ്പും 1975 ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുക്കുകയും പിന്നീട് ആന സങ്കേതമാക്കി മാറ്റുകയും ചെയ്തത്. നമ്മുടെ സൂപ്പർ ഹിറ്റ് മലയാള സിനിമകളായ ഒരു വടക്കം വീരഗാഥ, പട്ടാഭിഷേകം എന്നീ സിനിമകളൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. കോവിലകത്തിന്റെ സൈഡിലായി തന്നെ ഒരു അമ്പലവും അതിനു മുമ്പിലായി തന്നെ ഒരു അമ്പലക്കുളവും ഉണ്ട്. സിറ്റിക്ക് നടുവിൽ കണ്ണിന് കുളിർമയേകുന്ന നല്ലൊരു പച്ചക്കുളം. ഈ ഒരു സ്പേസ് നല്ലൊരു ഫോട്ടോ പോയിന്റ് കൂടിയാണ്. മുമ്പോട്ട് നടന്നാൽ ഒരു ആംബുലൻസ് ഷെൽട്ടറും അതിനോട് ചേർന്ന് തന്നെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒരു ഓഫീസും കാണാം. ഇവിടെ നിന്നാണ് ദേവസ്വത്തിന്റെ ആനകളെ ഉത്സവത്തിലേക്കും മറ്റാഘോഷങ്ങളിലേക്കും ആനകളെ കൊണ്ടുപോകുന്നത്. അതിനായിട്ടുള്ള നിരക്കും കോണ്ടാക്ട് നമ്പറും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ആനക്കോട്ടയിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി തന്നെ കാണുന്നത് ഇവിടുത്തെ ടോപ്പ് സീനിയർ ആനയായിട്ടുള്ള രാധാകൃഷ്ണൻ ആനയാണ്. ആശാനെ കുളിപ്പിക്കുകയാണ്. 75 വയസ്സാണ് മൂപ്പർക്കുള്ളത്. ഒരു കാലത്ത് ഗുരുവായൂർ ആനക്കോട്ടയിലെ പേടി സ്വപ്നമായിരുന്നു ഇവൻ. തൊടാൻ പോയിട്ട് അടുത്ത് ചെല്ലാൻ പോലും പാപ്പാമാർ പേടിച്ചിരുന്നൊരു കാലം. സാധാരണ പോലെ ആന പാപ്പാന് ചട്ടമാവുകയല്ല, ഇവന്റെ കാര്യത്തിൽ ആനക്കാരൻ ഇവന്റെ ചട്ടമാകണം. അതായത് ആനയുടെ രീതിക്ക് പാപ്പാൻ കൊണ്ടു നടന്നില്ലെങ്കിൽ രാധാകൃഷ്ണൻ എപ്പ തെറ്റിയെന്ന് ചോദിച്ചാൽ മതി. അക്കാരണത്താൽ തന്നെ 4-5 പേരുടെ ജീവൻ എടുത്ത ഒരാളുകൂടിയാണ് ഇദ്ദേഹം. അടുത്തതായി നമ്മൾ കാണുന്നത് ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ ആന എന്ന് വിശേഷിപ്പിക്കുന്ന ഗുരുവായൂർ നന്ദന്റെ അടുത്താണ്. ഈ ആനക്കോട്ടയുടെ ഇപ്പോഴത്തെ അവകാശിയാണിവൻ. ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഏക്കത്തുകയുള്ള ഗജവീരൻ. തൃശൂർ പൂരത്തിന് പാറമേക്കാവിന്റെ തിടമ്പ് വഹിക്കുന്ന ഈ ആനക്കോട്ടയുടെ അഭിമാനമാണിവൻ. ആശാന്റെ കുളിയൊക്കെ കഴിഞ്ഞ് കാലിന് പെഡിക്യൂർ പ്രൊസീജിയറിലാണ്. എത്ര ക്ഷമയോടെയാണ് ആന്റിസെപ്റ്റിക് സൊല്യൂഷനിൽ കാലുകൾ ഇട്ട് നിൽക്കുന്നത്. ആക്ച്വലി ഇത് ഇവിടുത്തെ ഒരു റൊട്ടീൻ പ്രൊസീജിയറാണ്. ഏറ്റവും ലോലമായ ഇവരുടെ കാലുകൾക്ക് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്ന പ്രധാന ചികിത്സാ മാർഗമാണിത്. മൂന്നാമതായി കാണുന്ന ഈ ആനയുടെ പേരാണ് ലക്ഷ്മി നാരായണൻ. സുരേഷ് ഗോപി ഗുരുവായൂരപ്പന് സമർപ്പിച്ച ആനയാണിത്. അകാലത്തിൽ പൊരിഞ്ഞ പൊന്നുമകൾ ലക്ഷ്മിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് താരം ലക്ഷ്മി നാരായണൻ എന്ന പേര് ഈ ആനക്കുട്ടിക്കിട്ടത്. കാണാൻ നല്ല കരിങ്കറുപ്പും പ്രായത്തിനേക്കാൾ വലിപ്പമേറിയ കൊമ്പുമുള്ള ഒത്ത കുട്ടിക്കൊമ്പൻ. ഈ കാണുന്നതാണ് ആനകളെ ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലം. കാട്ടിൽ നിന്നും മറ്റും പിടികൂടുന്ന ആനകളെ മെരുക്കി നാട്ടാനയാക്കി മാറ്റുന്ന കൂട്. ഇപ്പോൾ ഇത് ഉപയോഗിക്കാറൊന്നുമില്ല, എങ്കിലും ആനക്കോട്ടയിൽ എത്തുന്നവർക്ക് കാണാനായി ഇതൊരു ഓർമ്മയായി സൂക്ഷിച്ചു പോരുകയാണ്. ഈ ആനക്കോട്ടയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് സുമേഷ് സാറാണ്. സാറിന്റെ അറിവിലേക്ക് നോക്കാം. ഈ ആനക്കോട്ട 1975 ഇത് ഗുരുവായൂർ ദേവസ്വം ഒരു കോടതിയിൽ നിന്നാണ് വാങ്ങിയത്. അതിന് രാജാവ് 66 മരിച്ചു. അതിനുശേഷം ഇത് കോടതിയാണ് സീൽ ചെയ്തത്. അപ്പോൾ അവിടെയുള്ള അവരൊക്കെ ഇവിടുന്ന് പോയി. പിന്നെ 75 ഇത് ഗുരുവായൂർ ദേവസ്വം വാങ്ങിയതിന് ശേഷം ആനകളൊക്കെ മറ്റുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം അന്നത്തെ 26 ആനകളുണ്ടായിരുന്നു. പിന്നെ ടോട്ടൽ ഇവിടെ ഈ ആനക്കോട്ടയിൽ അന്നാണ് ആനക്കോട്ട എന്ന് പറയാം. മറ്റത് പേര് ശരിക്കും ഇതിന്റെ പുന്നത്തൂർ കോട്ട എന്നാണ്. പുന്നത്തൂർ രാജാവിന്റെ കോട്ടയായിരുന്നു. അപ്പൊ ഇതിപ്പോ ആനക്കോട്ടയായി മാറി. അപ്പൊ ടോട്ടൽ ഇവിടെ ഉണ്ടായിരുന്നു 66 ആനകളുണ്ടായിരുന്നു അന്ന്. ഈ മൊത്തത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ മരിച്ചുപോയി. ഇപ്പൊ ഉള്ളത് 35 ആനകളുണ്ട്. പിന്നെ ഈ ഏഷ്യയിലെ ഭാരം കൂടിയ ആന ഇപ്പോഴത്തെ നന്ദന്റെ പേരുള്ള ആനയാണിത്. പിന്നെ ആ കാണുന്ന ആന ഈ നന്ദൻ. പിന്നെ ആ കാണുന്ന ആനയാണ് ഏറ്റവും വയസ്സ് കൂടിയ ആന. 74 വയസ്സുണ്ട്. പിന്നെ ഇത് സുരേഷ് ഗോപി കൊടുത്ത ആന. അങ്ങനെ ഇതാക്കിയാണ് കാര്യങ്ങൾ. പിന്നെ ആ തെക്കേ ഭാഗത്ത് കുറച്ച് ആനകൾ കെട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 14-16 ആനയെ നമ്മൾ നേരിട്ട് കാണാൻ പറ്റുന്നു. അത് ഈ ജനങ്ങൾ വരുമ്പോ ഈ ട്രാക്കിൽ അവർക്കുള്ള വിസിറ്റേഴ്സിന്റെ ട്രാക്ക്. അപ്പൊ അവിടെയുള്ള ആനകളൊക്കെ നല്ല
കുഴപ്പമില്ലാത്ത ആളുകൾ, ആരെയും ആക്രമിക്കൊന്നുമില്ല. മതപ്പാടില്ലാത്ത മതപ്പാടുള്ളതുണ്ട്, അതിപ്പോ മതപ്പാടിലാണ്, പക്ഷെ അത് ആക്രമിക്കില്ല. അപ്പൊ ആ ഭാഗത്താണ് തെക്കേ പറമ്പിൽ ഒരു 5 ഏക്കർ ഭൂമി അവിടെ ഉണ്ട്. അപ്പൊ അവിടെ കെട്ടിയിട്ടുള്ള ആനകൾ വെച്ചാൽ ഈ വയലന്റ് ഹാബിറ്റ് ഉള്ളതാ. അവര് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും, നമ്മള് മടലൊക്കെ എടുത്ത് എറിയും, ജനങ്ങളെ ആക്രമിക്കും. അപ്പൊ ആ സ്വഭാവമുള്ളവരെ അപ്പുറത്തേക്കാക്കി. അവിടെ ഒരു 10-12 ആനകളുണ്ട്, 12, 13, 14 ഒക്കെ ആയിട്ട് വരും. അപ്പൊ ഇപ്പൊ ഇവിടെ ടോട്ടല് 35 ആന ഉണ്ട്. പിന്നെ ഉത്സവങ്ങൾക്ക് വേണ്ടി ആനകൾ കുറച്ച് പുറത്ത് പോയിട്ടുണ്ടായിരിക്കും. പിന്നെ കുറച്ച് ആന റിസർവ് ആയിട്ട് അമ്പലത്തിലുണ്ടായിരിക്കും. അപ്പൊ 35 ആന ഇപ്പൊ ഇവിടെ ഉള്ളോ സ്ഥലത്തില്. 66 ഇപ്പൊ 35 മാറി. ഇപ്പൊ ഈ ആനകളെ ഇപ്പൊ പുറത്തേക്ക് എന്തിനേലും കൊണ്ടുപോകുമ്പോ അങ്ങനെയുള്ള സർവീസ് കൊണ്ടുപോകാൻ ഇവിടുന്ന് ആൾക്കാർ ലൈഫ് സ്റ്റോക്ക് ഓഫീസിന്റെ അവിടെ, അപ്പൊ ഓഫീസിൽ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ആനകളുടെ റേറ്റ് അവിടെ എഴുതിണ്ടാവും, 60, 70, 80 അങ്ങനെ വെച്ചിട്ട്. പിന്നെ അത് ഓപ്ഷൻ ആൾക്കാർ ലേലം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പല 3 ലക്ഷം വരെ ആനകൾ കൊണ്ടുപോകാറുണ്ട്. ഈ കാണുന്നതാണ് വിനായകൻ, തൃശൂർ വ്യവസായിയായ PN ബൽറാം നടയിരുത്തിയ കൊമ്പൻ. ഒത്ത ശരീര വടിവ് കൊണ്ട് ആരെ ആകർഷിപ്പിക്കുന്ന ആനച്ചന്തമാണിവന്. കാഴ്ചയിൽ നല്ല ഗാംഭീര്യ ഭാവമാണെങ്കിലും ആരോടും ഒരു വഴക്കിനും പോവാത്ത ശുദ്ധഭാവത്താനാണിവൻ. കണ്ടാൽ പ്രായം തോന്നുന്നില്ല എന്നേ ഉള്ളൂ. ആശാന് 55 വയസ്സ് പ്രായമുണ്ട്. ആശാൻ ഇപ്പം മതപ്പാടിലാണ്. ഇവിടുന്ന് ഓപ്പോസിറ്റായി മതപ്പാട് വരുന്ന ആനകളെ കെട്ടിയിടുന്ന ഭാഗമാണിത്. ഇവിടെ ഇപ്പോൾ കെട്ടിയിരിക്കുന്നത് സിദ്ധാർത്ഥനെയാണ്. നമ്മുടെ കേരള ഫോറസ്റ്റിൽ ജനിച്ചു വളർന്ന ആനക്കൊമ്പൻ. നല്ല തനി നാടൻ ആനച്ചന്തമാണിവന്. ഈ കാണുന്ന ആനയാണ് ബാലു. ആസാമിലെ മഴക്കാട്ടിൽ നിന്നും ഗുരുവായൂരപ്പന് കാത്തുവെച്ച മാതംഗ മാണിക്യം. ഈ ആടിക്കൊണ്ടിരിക്കുന്ന ആളെ മനസ്സിലായോ? ആനക്കോട്ടയിലെ ഒറ്റക്കൊമ്പൻ സാക്ഷാൽ രാജശേഖരനാണ്. പുന്നത്തൂർ കോട്ടയിലെ വജ്രായുധം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഗുരുവായൂരപ്പന്റെ വല്യാന. ഇടത് കൊമ്പ് പഴുപ്പുകൊണ്ട് മുറിഞ്ഞു പോയതാണ്. പൂരത്തിന് പോകുമ്പോൾ ആർട്ടിഫിഷ്യൽ കൊമ്പൊക്കെ വെച്ച് സർവ്വ ഐശ്വര്യങ്ങളോടെയാണ് ആശാനെ പുറത്ത് നമുക്ക് കാണാനാവൂ. ഈ കാണുന്ന ആനയുടെ പേര് പറഞ്ഞാൽ ചിലർക്കൊക്കെ ഓർമ്മ വരും. പേര് ദാമോദർ ദാസ്. കല്യാണ ഫോട്ടോഷൂട്ടിങ്ങിനിടെ പാപ്പാനെ വാരിയെറിഞ്ഞ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആ കലിപ്പനാണ് ഇദ്ദേഹം. അദ്ദേഹം തനിക്കുള്ള പട്ടകളൊക്കെ എടുത്ത് തൻ്റെ തറിയിലേക്ക് പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ആനയുടെ പേരാണ് ബാലകൃഷ്ണൻ. കാണുമ്പോൾ എല്ലാ ലക്ഷണമൊത്ത ഗജവീരനായി തോന്നുമെങ്കിലും ഇതൊരു മോഴയാനയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതൊരു കൊമ്പില്ലാ കൊമ്പനാണ്. ആഘോഷങ്ങൾക്കൊക്കെ ആർട്ടിഫിഷ്യൽ കൊമ്പ് വെച്ചാൽ ഒരു കുറവും പറയാത്ത ഒരൊറ്റ ആന. ഇവിടുന്ന് അങ്ങോട്ട് നമുക്കിനി പ്രവേശനമില്ല. അവിടെയും ഒരുപാട് ആനകളെ കെട്ടിയിട്ടുണ്ട്. കൂടുതൽ പ്രശ്നക്കാരായവരെയാണ് ആ ഏരിയയിലേക്ക് മാറ്റിക്കെട്ടുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരുന്നവർക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. നമുക്ക് പരിചയമുള്ള പല ആനകളെ ഈ ഏരിയകളിൽ കണ്ടില്ലെങ്കിൽ അവർ അവിടെ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഉത്സവ ആവശ്യങ്ങൾക്ക് പുറത്തു പോയതാവും. ഈ കാണുന്നത് പുന്നത്തൂർ കോട്ടയുടെ ഉള്ളിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഇത് അമ്പലത്തിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരും. ഇപ്പോൾ റിനോവേഷന്റെ ഭാഗമായി വർക്ക് നടക്കുകയാണ്. പഴമയുടെ ശൈലിയിൽ നിലനിർത്തിയ ഈ അമ്പലത്തിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയായിരുന്നു. ഈ കാണുന്നതാണ് രശ്മി, കോട്ടയ്ക്കുള്ളിലെ 5 പിടിയാനകളിൽ ഒരാൾ. 40 വയസ്സുകാരിയാണെങ്കിലും സന്തൂർ മമ്മിയെ പോലെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന സുന്ദരി. അതുകൊണ്ട് തന്നെ ക്ഷേത്ര പരിപാടികളിലൊക്കെ ഇന്നും ഇവളെ കൊണ്ടുപോകാറുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് ഇവളുടെ പള്ളി നീരാട്ടായിരുന്നു. അതുകൊണ്ട് നല്ല കുളിസീൻ സീനൊക്കെ കിട്ടി. രശ്മിയെ കണ്ടു കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ റൈറ്റിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. അവിടെയും കുറച്ച് ആനകളെ നിർത്തിയിരിക്കുന്നത് കാണാം. അതിലാദ്യം കാണുന്നതാണ് ഇന്ദ്രസൻ. ആള് നിസ്സാരക്കാരനല്ല. കോട്ടയിലെ ഇന്നത്തെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ നന്ദൻ അല്ലെങ്കിൽ ഇന്ദ്രസൻ എന്നാണ് പറയാറ്. ഇവര് രണ്ടാളും തിടമ്പാനിയായിട്ട് മാത്രമേ പുറത്തേക്ക് വിടാറുള്ളൂ. ഏറ്റവും കൂടുതൽ ഏക്കത്തുക കിട്ടിയതിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. ഇതാണ് പുന്നത്തൂർ കോട്ടയിലെ പിടിയാനകളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദേവി. ശാന്തമായ പെരുമാറ്റം തന്നെയാണ് ഇതിന് പ്രധാന കാരണം തന്നെ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിത്യേനയുള്ള ശീവേലി എഴുന്നള്ളിപ്പുകൾക്ക് ദേവിയെ ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. വലിയ ആനകൾക്കിടയിൽ പോലും ദേവിയുടെ സാന്നിധ്യം ഒന്ന് ശ്രദ്ധിക്കപ്പെടാറുണ്ട്. ദേവിക്ക് അപ്പുറമുള്ള തറി ഇപ്പോഴും ഒഴിഞ്ഞു തന്നെയാണ് കിടക്കുന്നത്.
അത് വേറെ ആരുടെ സ്പേസ് അല്ല, ജൂനിയർ അച്യുതന്റെ സ്പേസ് ആയിരുന്നു. ഇവിടുന്ന് ഓപ്പോസിറ്റ് ആയിട്ടും കുറെ ആനകളെ കെട്ടിയിരിക്കുന്നത് കാണാം. ഇവിടുത്തെ ഫേമസ് ആനകളെയാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആന സംരക്ഷണ കേന്ദ്രമായ ഈ പുന്നത്തൂർ കോട്ടയിൽ 2063 ആനകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വെറും 36 ആനകളെ ഇവിടെ ഉള്ളൂ. ആനകൾക്ക് പ്രത്യേകം ഭക്ഷണവും ചികിത്സയും നൽകുന്ന ആനയൂട്ട് എല്ലാ വർഷവും ജൂലൈ മാസത്തിൽ ഇവിടെ നടത്താറുണ്ട്. ഈ ആനക്കോട്ട പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഇടമാണ്. സമയം പോകുന്നതേ അറിയില്ല. ഈ ആനക്കോട്ടയുടെ ലാസ്റ്റായി വരുന്നത് നമ്മുടെ ശ്രീധരനാണ്. ഒറ്റനോട്ടത്തിൽ ഏതൊരു ആനപ്രേമിയും ആകർഷിപ്പിക്കുന്ന നാടൻ ആനച്ചന്തമാണെന്ന് തോന്നുമെങ്കിലും ജന്മം കൊണ്ട് ബീഹാറിയാണ് ഈ ഗജവീരൻ. നിലത്തെഴിയുന്ന തുമ്പിക്കൈയും ലക്ഷണമൊത്ത കൊമ്പുമാണ് ശ്രീധരന്റെ ഹൈലൈറ്റ്. ധാരാളം എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുക്കാറുള്ള ശ്രീധരൻ മേളം കൊട്ടിക്കയറുമ്പോൾ പ്രത്യേക രീതിയിൽ തലയാട്ടി താളം പിടിക്കുന്ന ശീലം കൊണ്ട് ഒരുപാട് ഫാൻസ് ഉള്ള ആളുകൂടിയാണ്. സ്വഭാവം എടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് ക്രൗഡ് ഇഷ്ടമല്ല. വൈൽഡ് അനിമലിന്റെ കാരണം ക്രൗഡ് ഇഷ്ടമല്ല. അതുപോലെ തന്നെ ആനയ്ക്ക് ലൈറ്റ്, കുറെ സൗണ്ട്. അത് ആന എന്ന് പറയുന്ന മറ്റേ കാടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അത് ആ രീതിയിൽ അതിനെ നമ്മൾ അതിന് ഇഷ്ടം, അതിന് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് നമ്മളൊക്കെ അടുത്തേക്ക് പോകുമ്പോഴും അവർക്ക് അത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഏകാന്തമായിട്ട് ആ ഒരു രീതിയിൽ എപ്പോഴും ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. എനിക്കിവിടെ തോന്നിയ ഒരേ ഒരു പോരായ്മ ഓരോ ആനകളെ കുറിച്ചുള്ള പേരും വിവരങ്ങളും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള അടങ്ങിയ ഒരു ഇൻഫോർമേഷൻ ചെറിയൊരു ബോർഡിലെങ്കിലും ഓരോ ആനകളുടെ അടുത്തും ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരുപാട് യൂസ്ഫുൾ ആകുമായിരുന്നു. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാരാണ്. ഏതാനയെക്കുറിച്ച് ചോദിച്ചാലും ഒരു മടിയും കൂടാതെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു തരും. പുന്നത്തൂർ ആനക്കോട്ടയും ആനവിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.